പൂവക്കുളത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പാറയുടമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവർ നാട്ടുകാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ജനകീയ ഹർത്താൽ വെളിയന്നൂരിൽ നടത്തി. ഹർത്താൽ പൂർണ്ണമായിരുന്നു. രാവിലെ 10-ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കൃഷ്ണ യൂണിറ്റിലേക്ക് സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് മാർച്ച് നടത്തി. മാർച്ച് കൃഷ്ണ യൂണിറ്റിന് മുമ്പിൽ രാമപുരം സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. സ്ഥലത്തെത്തി കടുത്തുരുത്തി MLA മോൻസ് ജോസഫ് ജനങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്തു. 16 വെള്ളിയാഴ്ച വരെ പാറമയുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കാൻ കളക്ടറോടും SP-യോടും ആവശ്യപ്പെടാമെന്ന് മോൻസ് ജോസഫ് MLA ഉറപ്പു നൽകിയതായി സമരസമിതി നേതാക്കൾ പറയുന്നു. വെളിയന്നൂർ പഞ്ചായത്തിൽ വെള്ളിയാഴ്ച പാറമടകളുടെ പ്രവർത്തനത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് സമരസമിതി നേതാക്കളെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും പോലീസിനെയും ഉൾപ്പെടുത്തി കമ്മിറ്റി ചേർന്ന് നടപടിയെടുക്കാമെന്ന് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ നായർ വ്യക്തമാക്കിയതായും സമരസമിതി നേതാക്കൾ പറയുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രിമിനലുകളും മെറ്റൽ കർഷക പ്രവർത്തനത്തിന്റെ മറവിൽ ഇവിടെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നാണ് സമരസമിതി നേതാക്കൾ ആരോപിക്കുന്നത്. വെളിയന്നൂർ പഞ്ചായത്തിന്റെ പൂർണ്ണവും വെളിയന്നൂരും രാമപുരത്തിൻ്റെ മേതിരി വാർഡും പുറപ്പുഴയുടെ 11-ാം വാർഡും ഞങ്ങൾ ഉപരോധം ഹർത്താൽ ആചരിക്കാൻ തീരുമാനിക്കും. അതനുസരിച്ച് ഹർത്താൽ പൂർണ്ണമായി ആവുകയും ഉണ്ടായി. മുൻ ധാരണയനുസരിച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തിട്ട് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതിനാൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെ ജനപ്രതിയായ മോൻസ് ജോസഫിനെ കഴിഞ്ഞ ആഴ്ചയിൽ ചെന്ന് കണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുകയും അതനുസരിച്ച് ഇന്ന് 10 മണിക്ക് MLA സ്ഥലം സന്ദർശിക്കാമെന്ന് നേരത്തെ ഏറ്റതനുസരിച്ച് ഇന്ന് സ്ഥലത്ത് എത്തുകയും അദ്ദേഹത്തെ ആയിരക്കണക്കിന് ജനങ്ങൾ ആ പ്രദേശത്തുള്ള പാറമടയുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും നേരിൽ അവരുടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് MLA ധരിപ്പിക്കുകയും അതനുസരിച്ച് MLA വെളിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റും കൂടി താൽക്കാലികമായിട്ട് ഒരു വെള്ളിയാഴ്ച 11 മണി വരെ വെള്ളിയാഴ്ച വരെ അതിനൊരു പാറമട തൽക്കാലത്തേക്ക് നിർത്തലാക്കാനും കളക്ടറോട് നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞ് പിരിയുകയാണ് ഉണ്ടായത്.